ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ ഒരു ബോട്ടിൽ ക്രാഫ്റ്റാണ് ചെയ്യുന്നത്. നോർമലി നമ്മൾ ബോട്ടിൽ ക്രാഫ്റ്റുകളിൽ ബേസ് കോട്ടൊക്കെ അപ്ലൈ ചെയ്തിട്ട് അക്രിലിക് പെയിൻറ്റ്സ് ഒക്കെ വെച്ചിട്ടുള്ള ബോട്ടിൽസാണ് കണ്ടിട്ടുള്ളത്. പക്ഷേ പല സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ വളരെ ട്രാൻസ്പെറൻറ്റ് ലുക്കിലും എന്നാൽ അത് കുറച്ച് കളർഫുള്ളായിട്ടുള്ള ബോട്ടിൽസുകൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ബോട്ടിൽ ക്രാഫ്റ്റാണ് ഞാൻ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത്. ഞാനിവിടെ ക്ലീൻ ആക്കിയിട്ടുള്ള ഒരു ബോട്ടിലാണ് എടുക്കുന്നത്. അതിനുശേഷം നമുക്കിത് കളർ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഗ്ലാസ് പെയിൻറ്റ്സ് ആണ്. ഗ്ലാസ് പെയിൻറ്റ് സാധാരണയായിട്ട് നമ്മൾ ഗ്ലാസ് കട്ട് ചെയ്ത് വാങ്ങിയിട്ട് അതിൻ്റെ ഉള്ളിൽ ലൈനർ വെച്ച് വരച്ചിട്ട് അത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഗ്ലാസ് കളേഴ്സ് യൂസ് ചെയ്യുക. പക്ഷേ ഇങ്ങനെ ബോട്ടിൽ ചെയ്യുമ്പോൾ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ലുക്ക് കിട്ടുകയും ചെയ്യും, അതുപോലെ കുറച്ച് കളർഫുൾ ആവുകയും ചെയ്യും. ബോട്ടിലേക്ക് ഗ്ലാസ് പെയിൻറ്റ് കുറച്ച് മാത്രം ഒഴിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് എല്ലാ ഭാഗത്തേക്കും പതുക്കെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക. ഈ രീതിയല്ലാതെ തന്നെ നമുക്ക് കുറച്ച് പെയിൻറ്റ്സ് എടുത്തിട്ട് ബോട്ടിലിൻ്റെ പുറത്തായാലും അപ്ലൈ ചെയ്ത് കൊടുക്കുക. അത് ഒരു കോട്ട് കംപ്ലീറ്റായി ഉണങ്ങിയതിന് ശേഷം അടുത്തൊരു ചെറിയൊരു കോട്ട് എന്നുള്ള രീതിയിൽ കൈ വെച്ചിട്ടായാലും നമുക്കിങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും. ബോട്ടിലിൻ്റെ എല്ലാ ഭാഗത്തും പെയിൻ്റ് ആയതിന് ശേഷം മാത്രം ഏതെങ്കിലും ഒരു ബേസ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഈ ബോട്ടിൽ കമഴ്ത്തി വെച്ച് കൊടുക്കുക. അപ്പോൾ ബാക്കിയുള്ള എക്സസൈസ് നിൽക്കുന്ന പെയിൻറ്റ്സൊക്കെ പതുക്കെ താഴേക്ക് വരാൻ തുടങ്ങും. ഏകദേശം ഒരു 24 മണിക്കൂർ ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ കമഴ്ത്തി വെച്ച് കൊടുക്കുക. ഒരു ദിവസം കംപ്ലീറ്റായി ഡ്രൈ ആക്കിയതിന് ശേഷം മാത്രമാണ് ഇത് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ ബാക്കി നിൽക്കുന്ന പെയിൻറ്റുകൾ ഇപ്പോൾ താഴേക്ക് ആ ബേസിലേക്ക് നന്നായി വന്നിട്ടുണ്ട്. ഇനി ആ ബോട്ടിലിൻ്റെ ഓപ്പണായി നിൽക്കുന്ന ഭാഗത്ത് പെയിൻറ്റിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടാവും. അത് ടിഷ്യൂ വെച്ചിട്ട് നമുക്ക് റിമൂവ് ചെയ്ത് കൊടുക്കാം. ഞാനിതൊരു കോഫി പൗഡറിൻ്റെ ബോട്ടിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ ചെറിയ ബോട്ടിൽസുകളും കളേഴ്സും ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ തന്നെ വീട്ടിൽ ഒരു ഷോക്കേസ് പീസായിട്ട് നമുക്ക് സ്റ്റെയിൻ ഗ്ലാസ് ജാർസ് യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങളെന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് പറയാനും മറക്കരുത്. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാം. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ, ടേക്ക് കെയർ ആൻഡ് താങ്ക് യു.